നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചൈന കോളനിയിലെ ഭൂമിക്ക് വേണ്ടി അവര് കളിച്ച കളിയല്ലേ ഇവിടം വരെ എത്തിയത്. ഇപ്പൊ ശാലിനി എനിക്ക് മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ കാരണക്കാര് വരെ അവരാ. മനസ്സിലായില്ല. ഏണിംഗ് മെമ്പർ പദ്ധതിയിൽ ഭക്ഷണ വിതരണം കൂടി ഉൾപ്പെടുത്താനും വിഷാംശമുള്ള ഭക്ഷണ പാക്കറ്റുകൾ ചൈന കോളനിയിലെ കുട്ടികളുടെ കയ്യിൽ തന്നെ എത്തിക്കാനുമുള്ള ബുദ്ധി ആരുടേതാണെന്നാ? അമിത് ഗ്രൂപ്പിന്റെ. അവരുടെ ബിനാമിയായല്ലേ യവൻ ഏണിംഗ് മെമ്പർ പദ്ധതിയിൽ കയറിപ്പറ്റിയത്. യവൻ പറഞ്ഞത് വെച്ചല്ലേ സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു കമ്പനിക്ക് ഭക്ഷണ വിതരണത്തിനുള്ള ചുമതല കിട്ടിയത്. അതിന്റെ കമ്മീഷൻ സംബന്ധിച്ചല്ലേ യവനും സജീവമായിട്ട് തർക്കം ഉണ്ടായേ. എന്താ ഹരീഷ് സാറേ കാര്യം? അത് നടക്കത്തില്ല മെമ്പറെ. ശാലിനി മേഡം ഉറപ്പ് പറഞ്ഞതാണല്ലോ. പതിവ് കാര്യം തന്നെയാ. ഡെപ്യൂട്ടി കളക്ടറും സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണല്ലോ. അയാൾക്ക് കൈമടക്ക് വേണമെന്ന്. സജി സാറ് ഇതുവരെ ഫയല് സൈൻ ചെയ്തിട്ടില്ല മാഡം. കാരണം എന്താ? അയാൾക്ക് കൈക്കൂലി വേണമെന്ന്. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞ മനസ്സറിവില്ലാത്ത കാര്യത്തിനാ ശാലിനി പ്രതിയായത്. പക്ഷേ കമ്പനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. കോടികൾ ഇവിടെ ഇങ്ങനെ ഇറക്കിയിട്ടേക്കുമല്ലേ, വെറുതെ കളയാൻ പറ്റോ? ഇപ്പൊ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഭായും ബഹനും ആയില്ലേ. ഇപ്പോഴുണ്ടായ മാനനഷ്ടത്തിനും കൂടെ ചേർത്തൊരു തുക ശാലിനിക്ക് കമ്പനി കമ്മീഷനായി തരും. സുസ്മിതയ്ക്ക് 10 കോടി കൊടുത്തിട്ടും കാര്യം നടന്നില്ല. ശാലിനിക്ക് ഞാൻ 20ഓ 25ഓ വാങ്ങിത്തരാം. അത്രയൊക്കെ കിട്ടുമോ ബാലേന്ദ്ര? പിന്നെ ഒരു കളക്ടറിന്റെ ഒപ്പിന്റെ വില എന്താന്നാ വിചാരിച്ചിരിക്കുന്നത്? ഒരൊറ്റ ഇടപാടിൽ ലൈഫ് സെറ്റിലായില്ലെന്ന്. ഇത്രയും കാലം വെറുതെ മണ്ടിയാവുമായിരുന്നില്ല ശാലിനി. ഇങ്ങനെ എത്ര ഉദ്യോഗസ്ഥന്മാരാ തോട്ടങ്ങളും റിയൽ എസ്റ്റേറ്റുകളും വാങ്ങി കൂട്ടിയേക്കുന്നെന്ന് അറിയാമോ? എണ്ണി ഞാൻ പറഞ്ഞുതരാം. വേണ്ട ബാലേന്ദ്ര, അത് നമുക്ക് വേറൊരു എപ്പിസോഡിലേക്ക് മാറ്റിവെക്കാം. വേറൊരു എപ്പിസോഡിലേക്കോ? അല്ല, ഈ ചുവരുകൾക്ക് പോലും കണ്ണും കാതുമുള്ള കാലമല്ലേ. എല്ലാം കൂടി അങ്ങ് വെട്ടി തുറന്ന് പറയണ്ടെന്ന് പറയായിരുന്നു. ഒരു കണക്കിന് അത് ശരിയാ. ഇപ്പോഴാ ശാലിനി നീ ശരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയത്. ഇത് ഞങ്ങളുടെ ബാലപാഠങ്ങളിൽ ഒന്നാ. ഈ സന്തോഷത്തിൽ ഞാൻ ചെറുത് ഒരെണ്ണം കൂടി വീശുന്നതിൽ വിരോധമില്ലല്ലോ. അല്ല, ശാലിനി കഴിക്കില്ലെന്നറിയാം, അതുകൊണ്ടാ ഞാൻ ഡ്രിങ്ക് ഓഫർ ചെയ്യാത്തത്. ഇതുവരെ ഇല്ല ബാലേന്ദ്ര, ഇനി വേണമെങ്കിൽ തുടങ്ങാം. നിങ്ങളുടെയൊക്കെ കൂടെ കൂടിയ സ്ഥിതിക്ക്. ആണോ? എങ്കിൽ ഞാൻ നല്ല രാശി കേട്ടോ. യവന്റെയൊക്കെ ഗുരു ഞാനാ. യവനിപ്പോ ഫുൾ ടൈം വെള്ളത്തിലാ ജീവിക്കുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.